ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പാണ്. നമുക്കെല്ലാവർക്കും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ കൂടി നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പെൻഷൻ തുക കൈപ്പറ്റുന്ന പല ആളുകൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വിധമുള്ള ആളുകളുണ്ട്. ഇത്തരത്തിൽ ഏകദേശം 6 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാർ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സമയത്ത് 500 രൂപ, അതല്ല എന്നുണ്ടെങ്കിൽ 200 രൂപയിലൊക്കെ കുറവ് വരാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 6 മാസമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വീതം കൈപ്പറ്റുന്ന ആളുകൾക്ക് കേന്ദ്ര വീതം ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 2023 ജനുവരി മാസം മുതലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വെവ്വേറെയായിട്ട് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ കേന്ദ്ര വീതം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു തുക വിതരണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കേന്ദ്ര വീതം ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു തുകയുടെ വിതരണം എത്രയും പെട്ടെന്ന് സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കേന്ദ്ര വീതത്തിന് അർഹതയുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വീതം അക്കൗണ്ടിൽ വരികയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.